ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഒരു 1% ആൾക്കാരേ ഉള്ളൂ. വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന 1% ആൾക്കാരേ ഉള്ളൂ. 99% ആൾക്കാരും സാധാരണക്കാരായിട്ട് ജീവിച്ചു പോവുക. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർ ബോധ മനസ്സ് മാത്രമേ അവര് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അവര് സംവേർ അതർ വേ അവർ ഈ ഉപബോധ മനസ്സ് ഉപയോഗിക്കാനായിട്ട് എങ്ങനെയോ അവർ പഠിച്ചിട്ടുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടും? ബോധ മനസ്സുകാരാണോ ഉപബോധ മനസ്സുകാരാണോ? ഉപബോധ മനസ്സുകാരുടെ വിജയം വളരെ കൂടുതലായിരിക്കും. 1% ആൾക്കാർ ആ നിലയിൽ പോകുന്നുള്ളൂ. നിങ്ങളുടെ മൈൻഡ് ഒരു കൃഷിഭൂമി പോലെയാണ്, ഇങ്ങനെ ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. ഈ ഉഴുതു മറിച്ച ഭൂമിയിലേക്ക് നമ്മൾ നല്ല മധുര കരിമ്പ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മധുര കരിമ്പ് വെട്ടിയെടുക്കാം. ഈ നല്ല തേന്മാവിന്റെ വിത്ത് കൊണ്ടിട്ട് കഴിഞ്ഞ് നമുക്ക് തേന്മാവ് കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പറിച്ചെടുക്കാം. അതേസമയത്ത് ഹെംലോക്കിന്റെ വിത്ത് കൊടിയ വിഷമാണ്, സോക്രട്ടീസിനെ കൊല്ലാൻ ഉപയോഗിച്ച്. അതിന്റെ വിത്ത് നമ്മൾ വിതച്ചാലോ? മൈൻഡിലേക്ക് എന്ത് വിതയ്ക്കുന്നു? അതുകൊണ്ടാണ് ഈ മോശം ആൾക്കാരുമായിട്ട്, മറ്റേ 200 താഴെയുള്ളവരുമായിട്ട് ഇടപെടരുത്, അവരുമായിട്ട് സംസാരിക്കരുത്, അവരുമായിട്ട് കാണരുത് പോലും ചെയ്യരുതെന്ന് ഉള്ളത് പറയും. മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് ലോകമെമ്പാടും ഇന്ന് വളരെ കാര്യമായ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോധ മനസ്സിന് കേവലം 10% അതിന്റെ വ്യാപ്തിയെങ്കിൽ ഉപബോധ മനസ്സിന്റെ വ്യാപ്തി കിടക്കുന്നത് 90%. എന്നാൽ യഥാർത്ഥ പവറിലേക്ക് നമ്മൾ വരുമ്പോൾ ബോധ മനസ്സിന്റെ 6000 ഇരട്ടി ശക്തിയിലേക്കാണ് ഉപബോധ മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഉപബോധ മനസ്സിന്റെ കഴിവുകളെ എടുത്തിട്ട് അതിൽ ആശയങ്ങൾ കൊടുത്തിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു രീതിയിലേക്ക് കിടക്കുകയാണ്. വളരെ പെട്ടെന്ന് വിജയിക്കാനായിട്ട് പറ്റും. അത് ഏത് മേഖലകളിലാണെങ്കിലും ശരി. നമ്മൾ ഹെൽത്തിലാണെങ്കിൽ ആരോഗ്യത്തിന്റെ ചിന്തകൾ, ആരോഗ്യത്തിന്റെ ആശയങ്ങൾ, ആരോഗ്യത്തിന്റെ ഇമേജസ്, ആരോഗ്യത്തിന്റെ ഇമോഷൻസ്, ഇത് തന്നെ നമ്മൾ കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരം ആരോഗ്യത്തിലേക്ക്, വെൽനെസ്സിലേക്ക്, സൗഖ്യത്തിലേക്ക്, സുഖത്തിലേക്ക് പോകും. അതേസമയം നമ്മൾ രോഗത്തെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മോശം ഫീലിങ്ങിനെ കുറിച്ചും വേദനകളെക്കുറിച്ചും തിക്ത ചിന്തകളും ഒക്കെ ആയിട്ട് നടക്കുമ്പോഴത്തേക്കും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുഫലമായിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ വെൽത്ത് ഉണ്ടാക്കുക. ഇപ്പൊ നല്ല രീതിയിൽ ജനത്തിന് നമ്മൾ സേവനം ചെയ്തുകൊണ്ട്, ക്ഷേമം ചെയ്തുകൊണ്ട്, മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഉയർച്ച വരുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ സർഗ്ഗവാസനകൾ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുക. അത് നീതിപൂർവം വളരെ ഫെയർ ആയിട്ട്, ജസ്റ്റ് ആയിട്ട് വെൽത്ത് ഉണ്ടാക്കുക. അതിൽ നിന്നൊരു ഹാപ്പിനെസ് വരികയും, അതുപോലെ തന്നെ വെൽത്ത് ഉണ്ടാക്കുന്നത്, ഈ നമ്മളിലേക്ക് വന്നു ചേരുന്ന വെൽത്ത് നമ്മളുടേതല്ല, സകല വെൽത്തും ഡിവൈൻ്റെ ആണ്, ഡിവൈൻ പ്രോപ്പർട്ടിയാണ്. നമ്മളതിന്റെ കാര്യസ്ഥനാണ്, ഒരു മാനേജറാണെന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വെൽത്ത് കൂടുതൽ ഒരു ദൈവകർമ്മമായിട്ട് വെൽത്ത് ഉണ്ടാക്കാനും അത് എല്ലാവിധത്തിലേക്ക് എത്തിക്കാനും, അതിന്റെ നല്ല വശങ്ങൾ, പണം ഉണ്ടാക്കിയതിന്റെ നല്ല വശങ്ങൾ നമ്മുടെ ചുറ്റുവട്ടമുള്ളവർക്കെല്ലാം നേട്ടം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. എന്നതുപോലെയാണ് മനഃശക്തിയുടെ മറ്റൊരു പ്രധാന മേഖലയാണ് പഠനത്തിന് മനഃശക്തി എങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ വലിയ വിജയങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് അത് തന്നെ മനസ്സിൽ അതിന്റെ ചിന്തകളെ തന്നെ എപ്പോഴും കൊണ്ടു നടക്കുകയാണെങ്കിൽ വിജയിക്കും വിജയിക്കും വിജയിക്കും, സദാ ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസം. വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ വിശ്വാസമുള്ള ഒരാളാണോ നല്ലത്, അത് താല്പര്യമുള്ള 100 പേരാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ വിജയിക്കും, പഠനത്തിൽ വിജയിക്കും, തൊഴിലിൽ വിജയിക്കും, എന്റെ പ്രൊഫഷനിൽ വിജയിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി എപ്പോഴും മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വിജയത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിന്റെ ശക്തിയുടെ മേഖലകളിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ആ പഠനങ്ങളുടെ ഒരു പക്ഷെങ്കിൽ ഒരു താക്കോലായിരിക്കാം ഇത്. അതുവഴി നമുക്ക് തുറന്ന് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വത്തുകൾ നോക്കുകയാണെങ്കിൽ, ലോകത്തിലെ സ്വത്തുകൾ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ 1% ആൾക്കാരിലാണ് ഏതാണ്ട് 96% വെൽത്ത് കിടക്കുന്നത്. അതേപോലെ തന്നെ വലിയ വലിയ പൊസിഷൻസ്, സ്ഥാനമാനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും 1% ആൾക്കാരിലാണ്. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്നതും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നത് 1% ആൾക്കാരാണ്. ഈ ബാക്കിയുള്ളവരെ മുഴുവനും 99% ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്? അതും ഈ 1% ആൾക്കാർ എപ്പോഴും പരമ്പരാഗതമായിട്ട് പേരൻസിന്റെ ഇതിൽ കൂടെ കയറി വരുന്നവരല്ല. ചില ആൾക്കാർ വിജയിക്കുന്നു, അവരുടെ മക്കൾ ചിലപ്പോൾ പരാജയപ്പെടുന്നു. ചില ആൾക്കാർ, അച്ഛനമ്മമാര് പരാജയപ്പെടുന്ന ആൾക്കാർ മക്കൾ വിജയിക്കുന്നു, വലിയ വലിയ നിലകളിലേക്ക് വിജയിച്ചു പോകുന്നു. എന്താണ് ഇതിന്റെ സീക്രട്ട്? കുറച്ച് ആൾക്കാർക്ക് മാത്രം വിജയിക്കാൻ പറ്റുന്നു, കുറച്ചു പേർക്ക് വിജയിക്കാൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും പറ്റുന്നില്ല.
ഇപ്പോൾ നമ്മൾ ബിസിനസിന്റെ മേഖല എടുക്കുകയാണെങ്കിൽ 3% ബിസിനസ്സുകൾ മാത്രമേ സക്സസ് ആകുന്നുള്ളൂ. 97% ബിസിനസ്സുകളും തുടങ്ങിയത് 10 വർഷത്തിനും ഉള്ളിൽ അത് മരിക്കുകയാണ്. അപ്പൊ അതെന്താ വ്യക്തമാക്കുന്നത്? 3% ആൾക്കാർ മാത്രമേ ബിസിനസ്സിൽ വിജയിക്കുന്നുള്ളൂ. അതിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വിജയിക്കുന്നത് 1% ആൾക്കാരേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? വൈ ദിസ് പ്രോസസ്? അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരം ഏതാണ്ട് സെയിമാണ്, ജീവിതശൈലികളൊക്കെ ഏതാണ്ട് ശരിയാണ് ഒരു കുടുംബത്തിൽ തന്നെ ഉള്ള ആൾക്കാർക്ക്. പക്ഷെ ചില ആൾക്കാർക്ക് നല്ല ഹെൽത്തും ചില ആൾക്കാർക്ക് മോശം ഹെൽത്തും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്കൂളില് അവിടുത്തെ അധ്യാപകർ അല്ലെങ്കിൽ ആ കരിക്കുലത്തിനകത്ത് സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേടാനായിട്ട് പറ്റുന്നില്ല. എല്ലാവർക്കും മെഡിക്കൽ എൻട്രൻസിൽ, എല്ലാവർക്കും എഞ്ചിനീയറിംഗിൽ, എല്ലാവർക്കും വലിയ വലിയ അഡ്മിഷൻസ്, വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സൊന്നും പോയി ചേരാനായിട്ട് പറ്റുന്നില്ല. അതൊരു കുറച്ചൊരു ആൾക്കാർക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു കുറച്ച് ആൾക്കാരിലേക്ക് വരുന്നത്? അവരും വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത്? ഇതിന്റെ പ്രധാന കാരണം, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത്, നമ്മുടെ ചിന്തയാണ് വിജയവും തോൽവിയും നിർണ്ണയിക്കുന്നത്. പരാജയത്തെക്കുറിച്ച് തന്നെ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് പരാജയം ക്രിയേറ്റ് ചെയ്യാനൊരു കഴിവുണ്ട്. വിജയത്തെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയും വിജയത്തിൽ വിശ്വസിക്കുന്ന ആളിന് വിജയം തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ പരാജയമാണ് വരുന്നത് തോട്ട് ബേസ് ചെയ്തിട്ടാണെന്ന് പറയുന്നത്. തോട്ടിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, ചിന്തകളെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ തോട്ട് നമ്മളിലേക്ക് ഏത് തോട്ട് വരണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അപ്പോൾ മോശം തോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറണം. അപ്പോൾ മോശം തോട്ടിലേക്ക് പോകാതിരിക്കാനും നല്ല തോട്ട് തന്നെ വരാനുമായിട്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാം, നല്ല ആശയങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കാം, നല്ല ആശയങ്ങളുള്ള സിനിമകൾ കാണാം, നല്ല ആശയങ്ങളുള്ള TV പ്രോഗ്രാംസ് കാണാം. നല്ല ആശയങ്ങളും നല്ല പ്രോത്സാഹനമുള്ള ആൾക്കാരുമായിട്ട് മാത്രം നമുക്ക് സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. നല്ല ആൾക്കാരുള്ള സ്ഥലത്ത് മാത്രം ചെല്ലുകയും നല്ലത് മാത്രം കാണുകയും നല്ലതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ നല്ലത് മാത്രമേ ഭവിക്കുന്നുള്ളൂ. അപ്പോൾ കൺഫ്യൂഷ്യസ് പറയുന്നത്, ഈവിൾ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരാതിരിക്കുകയാണെങ്കിൽ ജീവിതം വിജയിച്ചു എന്നാണ്. അതിന്നും 2000 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും വളരെ വ്യക്തമാണ്. മോശം ചിന്തകൾ മനസ്സിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ ചിന്തിക്കുന്ന ആളിനും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും നാശം സംഭവിച്ചുകൊണ്ടിരിക്കും. ഉള്ളിൽ കൊണ്ടുനടക്കുന്നത് മുഴുവനും നല്ല ചിന്തകളാണെങ്കിൽ അവർക്ക് ദോഷം അങ്ങനെ വരാറില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ചിന്തകൾ മാത്രം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതൊരു വലിയ പ്രോസസ്സാണ്. അല്ലെ അതിനെക്കുറിച്ച് ഒരു പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ വരുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ.